നമസ്കാരം. രാജ്യാന്തര തുറമുഖവും ദേശീയപാതയുമായി ബന്ധപ്പെടുത്തുന്ന താൽക്കാലിക ഗതാഗത മാർഗം വൈകാതെ സാധ്യമാകുമെന്ന ആകാംക്ഷയിലായിരുന്നു കേരളം. ഇപ്പോൾ ഇതാ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാത നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചു. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തയ്യാറാക്കിയ DPR-ന് മന്ത്രിസഭായോഗം അനുമതി നൽകി. 1482.92 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയത്. 2028 ഡിസംബറിന് മുൻപ് റെയിൽപാത ഗതാഗത യോഗ്യമാക്കുകയാണ് ലക്ഷ്യം. ജനവാസ മേഖലയെ ബാധിക്കാത്ത തരത്തിൽ ടേബിൾ ടോപ്പ് രീതിയിലാണ് ഭൂഗർഭപാത നിർമ്മിക്കുന്നത്. വിഴിഞ്ഞം കരിമ്പള്ളിക്കര ഭാഗത്തു നിന്ന് തുടങ്ങി മുക്കോല വഴി ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി പാതയെ ബന്ധിപ്പിക്കും. വിഴിഞ്ഞം തുറമുഖത്തിനായി വീതി കൂട്ടുന്ന വിഴിഞ്ഞം ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് റെയിൽപാത നിർമ്മാണം. പാതയ്ക്കായി 5 ഹെക്ടറോളം ഭൂമി അധികമായി ഏറ്റെടുക്കേണ്ടി വരും. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെതേസ് എന്ന സാങ്കേതിക വിദ്യയിലാണ് ഭൂഗർഭപാത നിർമ്മിക്കുന്നത്. തുറമുഖത്ത് നിന്ന് മുല്ലൂർ കലുങ്ക ജംഗ്ഷൻ മുറിച്ചു കടന്ന് തലക്കോട് ഭാഗത്തെത്തുന്ന തുറമുഖ റോഡ് ഇരുവശത്തെയും സർവീസ് റോഡുകളിലൂടെ ബൈപ്പാസിലേക്ക് പ്രവേശിക്കും വിധമാണ് താൽക്കാലിക ഗതാഗത സംവിധാനം. ഇതിനായി ഈ ഭാഗത്തെ സർവീസ് റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കുന്നതാണ് ആദ്യ ദൗത്യം. ഇതിനാവശ്യമുള്ള ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞതായി അധികൃതർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തലസ്ഥാനത്തേക്കുള്ള ദിശയിലേക്ക് ഇടതുവശത്തെ സർവീസ് റോഡും തമിഴ്നാട് ഭാഗത്തേക്ക് അടിപ്പാത വഴി കടന്ന് വലതുവശത്തെ സർവീസ് റോഡും ഏകദേശം 300 മീറ്ററോളം ദൂരം പിന്നിട്ടാവും ബൈപ്പാസിലേക്ക് പ്രവേശിക്കുക. ബൈപ്പാസിലേക്കുള്ള പ്രവേശന മാർഗം തുറക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു. റിംഗ് റോഡ് പദ്ധതി കൂടി ഈ ഭാഗത്ത് എത്തുന്ന മുറയ്ക്ക് ക്ലോവർ ലീഫ് മാതൃക റോഡാണ് ഇവിടെ വരുന്ന സ്ഥിരം സംവിധാനം. ഇതിന് കുറഞ്ഞത് 2 വർഷത്തിലേറെ സമയമെടുക്കുമെന്നതുകൊണ്ടാണ് തുറമുഖത്തേക്കുള്ള താൽക്കാലിക റോഡ് വേണ്ടിവരുന്നത്. തുറമുഖ കവാടത്തിൽ നിന്ന് ബൈപ്പാസ് വരെ ഏകദേശം 1.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ് റോഡ്. ഇതുകൂടാതെ വിഴിഞ്ഞം ടെക് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ വള്ളം കരക്കടുപ്പിക്കുന്നതിനുള്ള സൗകര്യം മെച്ചപ്പെടുത്തി തീരം പുനഃസ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. ഇതിനുവേണ്ടി 77 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഇത് അറിയിച്ചു. നിലവിൽ പരമ്പരാഗത യാനങ്ങൾ ഇവിടെ കരക്കെടുപ്പിക്കാൻ പ്രയാസം അനുഭവിക്കുന്നത് കണക്കിലെടുത്താണ് തീരം പുനഃസ്ഥാപിക്കാൻ സർക്കാർ നടപടിയെടുത്തത്. സാൻഡ് പമ്പ് ഉപയോഗപ്പെടുത്തി ഡ്രെഡ്ജിംഗ് നടത്തി മണ്ണ് നിക്ഷേപിച്ചാണ് തീരം വീണ്ടെടുക്കുക. എത്രയും വേഗം ഇതിനുള്ള പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.